നമ്മള് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പലരും പലതും പറയാ, അതൊന്നും നോക്കണ്ടെന്നേ. അതിപ്പോ നീ പറയണേൽ ഇതിപ്പോ തെറ്റൊന്നുമില്ല. പക്ഷെ നാട്ടുകാർക്ക് നീ ഇനിയിപ്പോ എന്തെന്നെ അങ്ങോട്ട് ചെയ്താലും എന്തെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു തെറ്റ് പറ്റിയാൽ മതി എന്റെ കൂട. അവിടെ നമ്മൾ അങ്ങോട്ട് അരച്ചാ തേക്കും. ആ മോളെ, ആ അല്ല അച്ഛനപ്പ എങ്ങനെയുണ്ട്? അച്ഛനിപ്പോ കുഴപ്പമില്ല. 6 മാസമായി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലേ. നിന്റെ ജോലിക്കാരി എന്തായി? ജോലി കിട്ടി ഇപ്പൊ 2 മാസമായി. അതെല്ലേ, അതൊരു സമാധാനായി. ഞാൻ മന്മഥനായിട്ട് കാണണം വരണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ വാ തോരാതെ സംസാരിച്ചിരിക്കുകയാണ്, അത് കേടാണെന്നൊക്കെ പറഞ്ഞോണ്ട് സംസാരിക്കണമെന്നില്ല കാര്യമായിരുന്നു. 4 മാസത്തേക്ക് അങ്ങനെ ആൾക്കാർ കയറാൻ പാടില്ല എന്നൊക്കെ. അതെ, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ഞാൻ മന്മഥനോട് പറഞ്ഞു പറയാം. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ശരി മോളോ. എന്താ എന്റെ സുഖം, നിനക്ക് ഇത്രക്ക് ബോധമില്ലാണ്ടായ? എന്തേ? നീ ഒന്നിനും മാത്രം പോന്ന ആ പെൺകുട്ടിയോട് ഈ റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച നാട്ടുകാര് കണ്ടെന്നാ വിചാരിക്കുക. എന്താ സീതളേട്ടങ്ങൾ പറയണത്? അതിന്റെ മകളുടെ പ്രായമുള്ളൂ. അത് നമ്മുടെ മന്മഥേട്ടന്റെ മോളാണേ. ഏയ് അതിപ്പോ എനിക്കും അറിയാം, എനിക്കും അറിയാം, ആ കുട്ടിക്കും അറിയാം. നാട്ടുകാര് കണ്ടെന്താ വിചാരിക്കാന്നാ ഞാൻ ചോദിച്ചുള്ളൂ. അത്രയും ഞാൻ പറയണുള്ളൂ. നാട്ടുകാരെ നമ്മൾ പേടിക്കണം. ഓലെ അമ്മ നിരീച്ചാൽ എന്റെ കള്ളൂടി മുട്ടിക്ക് നോക്കാവൂല. അതൊടുത്തി എന്റെ അടുത്ത ബിന്ദു കാട്ടു കള്ളത്തി ഓട് ഞാൻ 250 പുലുവ പോയിച്ച് ഒന്നേരം കുടുംബശ്രീക്ക് വെക്കണം. ഓളെ അമ്മേനെ കാണിക്കേ പുതിയിലത്തേക്ക് ആൾക്കാരുടെ മതെടുത്തി പുതിയിലത്തേക്ക് പുതിയ ചോദിച്ചാലും തരും. അങ്ങനെ ഫിറ്റായിട്ട് ആ റോട്ടിലെങ്ങാനും വീഴും. ഞാൻ അങ്ങോട്ട് പിടിച്ചു മാറ്റിട്ട് പഠിക്കാ ഈ പോണേ. എന്താ തലയ്ക്ക് ഭ്രാന്തണ്ട? നാട്ടുകാര് കണ്ടാ വിചാരിക്കുക. വണ്ടി കയറിയാലോ? വണ്ടി കയറി ചാവട്ട വിചാരികളൊക്കെ പറ. ഞാൻ എല്ലാ ദിവസവും ചാവലിടിച്ചിട്ട് കുളുത്ത ചോറ് ചട്ടിയിലിട്ട് വരട്ടിയിരുന്ന കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനാ. കിട്ടാറില്ല. ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ പോവേ. വേണ്ടാന്ന് ഇപ്പൊ പോയി കഴിഞ്ഞാ അവ അപ്പ വിളിക്കില്ലേ സൂതേട്ടാ ഇത് എവിടേക്കാ പോണ് സീതേട്ടാന്നും പറഞ്ഞ അപ്പ കൂടില്ലേ അവൻ കൂടെ. നമുക്കൊരു കാര്യം ചെയ്യാലോ, ആ നാരായണന്റെ കടയിൽ നിന്ന് ചായ കുടിക്കാം. ഐ നീ എന്ത് വർത്താനാ ഈ പറയണേ? അവിടെ പോയിരുന്ന് ചായ കുടിക്കുമ്പോ നാട്ടുകാര് കണ്ടെന്താ വിചാരിക്കുക? ചായ കുടിക്കാനല്ലേ, അല്ലാണ്ട് സൂത്ര പോലെ കള്ളു കുടിക്കാനല്ലോ. കള്ളു കുടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തൊട്ടടുത്ത് വീടുള്ള നമ്മള് രണ്ടാളും ചായ കടയിൽ പോയിട്ടൊരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ജലപാനം പെണ്ണുങ്ങള് വീട്ടിൽ നിന്ന് വരുന്നില്ല എന്നാവും. ഇതാണ് പറഞ്ഞുണ്ടാക്കുക നാട്ടുകാര്. അപ്പൊ എന്തിനാ വെറുതെ അവിടെ പോയിരുന്ന് നരങ്ങി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം? അതാ ഈ പറയണത്. അല്ല അവൻ പോകുന്നവരെ ഇവിടെ ഇങ്ങനെ നിൽക്കാനാ പരിപാടി? ഇവിടെ നിൽക്കാതല്ല അപ്പൊ നല്ലത്. എന്നാ സീതളേട്ടൻ ഇവിടെ, ഞാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. സമൂഹ സീതളേട്ടോ, റോട്ടിലങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണേണ്ട നാട്ടുകാരെന്തേലും വിചാരിക്കട്ടാ? വിചാരിക്കോ? അതൊടുത്തി അങ്ങോട്ട് പോയാ സൂതി അവിടെ കടന്ന് ഇഴയാണല്ലോ. ചായ കുടിക്കാൻ വേണ്ട, അത് പ്രശ്നമാണ്. ഇത് വളഞ്ഞു പോയാലും വേണ്ടിയില്ല, ധ്യാനം അങ്ങോട്ട് നടക്കാം. ഒരു സങ്കല്പം ഓരോന്നിട്ട് എന്താ ചെയ്യ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കുറെ എണ്ണുണ്ടല്ലോ. കുത്തിയാവും കിട്ടാത്ത കാര്യം എന്താ എനിക്ക് സങ്കടം? കാലുവേന എടുക്കുന്ന എന്റെ ജീവിതം പോയില്ലടാ. അവള് വേറെ കല്യാണം കഴിച്ചു പോയില്ലേ. 6-7 കൊല്ലം ഞാൻ അവളുടെ പുറകെ നടന്നതല്ലേ.
ഞാനെന്ന് പറഞ്ഞ അവൾക്ക് ജീവനായിരുന്നു, എനിക്കറിയാല. വിളിച്ചിറക്കി കൊണ്ടുവരുന്നില്ലേ? എടാ അച്ഛനെ ധിക്കരിച്ച് ശീലിച്ചിട്ടില്ല, അല്ലെ എനിക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടാണ്. ആ ശരി, നാള് പറയില്ലല്ലേ? ഉണ്ണി, ഒരു മനുഷ്യന് കിട്ടൂലടാ അങ്ങനത്തെ ഒരു പെണ്ണിനാ. എന്താ അവൾക്കൊരു കുറവ്? വിവരമില്ലേ, വിദ്യാഭ്യാസവും ഇല്ലേ? തീർച്ചയായും. അവൾക്കൊരു കുറവ് പറഞ്ഞുണ്ടാക്കിയതാണ്. അവള് ജീൻസ് ഇട്ടാ നടക്കണ, മോഡേൺ ഡ്രസ്സാണ്, കാണുന്നവരോടൊക്കെ സംസാരിക്കും. അവളെ കെട്ടി ഇവിടെ കൊണ്ടുവന്ന ആളുകൾ എന്ത് പറയുമെന്ന്, അവളെ നടപ്പ് ശരിയല്ലെന്ന്. എന്താ ഞാൻ പറയേണ്ടത്? എന്റെ ഉള്ളിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് തന്നെ വരണ്ടേ? ഞാൻ ഇപ്പൊ എന്തൊക്കെ പറയുന്നുണ്ടാ? എന്റെ എത്ര വർഷം പോയി. നമുക്ക് വേറൊരു പെണ്ണിനെ ആലോചിക്കട്ടെ. അടിപൊളി ജീൻസ് ഒന്നും ഇടാത്ത വെറും പാവടി ബ്ലൗസും. എടാ എനിക്കത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛനൊന്നും ചെയ്യിക്കൂല. എന്ത് ചെയ്താലും ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ചെയ്യിക്കാറില്ല. ആളുകൾ എന്ത് വിചാരിക്കും? അങ്ങാട് തിരിഞ്ഞാലും ഇങ്ങാട് തിരിഞ്ഞാലും ബാത്റൂമിൽ പോയാലും ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് എന്റെ ജീവിതം നശിപ്പിച്ച്. ഈ ആളുകൾ എന്ത് വിചാരിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അച്ഛനെ ധിക്കരിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അതും ആളുകൾ എന്ത് വിചാരിക്കും അല്ലേ? അച്ഛൻ ധിക്കരിച്ചാല് എന്നൊന്നും ആളുകൾ ഒന്നും വിചാരിക്കുന്നില്ല വെച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് വിചാരിക്കാൻ നമുക്കൊരു സമാധാനം കിട്ടട്ടെ. മൈൻഡാക്കൂല. നീ ഒരു കാര്യം ചെയ്യും, ഇതിൽ സങ്കടപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല. ജീവിതമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. നീ അച്ഛനാ, ജയിലിൽ പോണ്ടി, അതും ആളുകൾ വിചാരിക്കും. എന്റെ പണി ഞാൻ എടുക്കട്ടെ. ഇല്ല, ഞാൻ എത്തിക്കോളൂ. 6 മണിക്കല്ലേ കോൺഫറൻസ് വെച്ചിരിക്കുന്നു, അപ്പോഴേക്കും ഞാൻ എത്തും. ഞാൻ വിളിക്കാം. ഞാനേ ചെറിയൊരു തിരക്കില. എന്തുണ്ട് ഈ വഴി? എന്താണ് ഫോൺ എടുക്കാത്ത? ഞാനേ ഫോണകത്തിരിക്കണേ, ഞാൻ ഉണ്ണിയായിട്ടൊന്ന് സംസാരിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ആക്രി കച്ചവടം? ആക്രി കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് പോണ്. അതല്ലേ? ചെറിയ ആക്രി തുടങ്ങി, അപ്പൊ കേരളം മുഴുവൻ എത്തി. ഈ ദുബായില് ആക്രി ബിസിനസ് ഉണ്ടാവുക? ദുബായിലോ? ഉണ്ടാവും. നമ്മളിപ്പോ തൽക്കാലം ദുബായിലേക്ക് എത്തിയില്ല, നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതെ മൊയ്തു, അകത്തിരുന്ന് സംസാരിക്കാം. അല്ല, എനിക്ക് തിരക്കുണ്ട്. അതെ, ഞാൻ നിന്റെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടി വന്നാ. അല്ല മൊയ്തു, എനിക്ക് ഒരു സ്പീഡായില്ല മാനസികമായിട്ടേ. അവള് പോയി അതൊക്കെ വിടടാ. നമുക്ക് നല്ലൊരു ജോലി വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് പുതിയ യൂണിറ്റ് തുടങ്ങണം. അപ്പൊ അവിടെ എനിക്ക് ഒരു മാനേജർ വേണം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്തറിയോ, ഇപ്പൊ മറ്റുള്ള ജില്ലയിൽ കൂടി ട്രിവാൻഡ്രത്തും യൂണിറ്റ് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. കേരളം മുഴുവനായിട്ട് വ്യാപിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. സെറ്റപ്പായി. ഇപ്പൊ എന്റെ കീഴില് ഒരു 55 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നീ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊരാളെ നോക്കുള്ളൂ. ഇല്ല, ഞാൻ വരും. ഓക്കെ ഉണ്ണി, രക്ഷപ്പെട്ടേ. വണ്ടിയും സൗകര്യമൊക്കെ ആയി. നല്ല മനുഷ്യനാണത്. പഠിക്കണ കാലത്ത് ഒരു അക്ഷരം പഠിക്കൂലായിരുന്നു, ഇപ്പൊ കോടീശ്വരനായി. അത് നന്നായി. ഞാനേ 10 ജയിക്കാണ്ട് ഈ പടി ചവിട്ടാൻ പാടില്ലാന്ന് അമ്മ പറഞ്ഞു. അമ്മ 5 സുഹൃത്തുക്കളാ, 4 നാലും തോറ്റു. ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചു. ഇന്ന് അവർ KSB മസ്തൂറാണ്. തോറ്റാ മതിയായിരുന്നു. തോറ്റ വെക്കാ പരീക്ഷ എഴുതാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. ജയിച്ചോനി. മൊയ്തുവാണ് എന്റെ കൂടെ പഠിച്ചില്ലേ? മൊയ്തു. ആര്? മൊയ്തു. എന്താ മൊയ്തു കൂടെ? മൊയ്തു രക്ഷപ്പെട്ടല്ലേ ഇപ്പൊ? എവിടുന്ന്? നാട്ടിന്ന് പോയോ? നാട്ടിൽ നിന്നല്ല, അവനിപ്പോ എല്ലാ ജില്ലകളിലും കമ്പനി ഉണ്ട്. എന്തിന്റെ കമ്പനിയാവോ? അത് ഈ മറ്റേ ഇതിന്റെയൊക്കെ നമ്മുടെ സ്ക്രാപ്പൊക്കെ എടുക്കൂലേ? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അതല്ലേ, തുരുമ്പും പാട്ട തുരുമ്പും പറക്കണ പണിയല്ലേ? പക്ഷെ ഇതിപ്പോ എല്ലാ ജില്ലയിലും ഉണ്ട്. ഇപ്പൊ വേസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടാവൂല. വേസ്റ്റ് ഇല്ലാത്ത സ്ഥലം അതൊക്കെ പറക്കുക നടക്കുക. അല്ല പൈസ ഉണ്ട്. അല്ല, നീയം തൈ തൂമ്പയും കൊണ്ട് കൂടെ വെക്കണം. എന്നെ പണിക്ക് വിളിച്ചല്ലേ ഇവിടെ. നീ പോയിട്ട് അത് ചെയ്യേ. ഈ പാലക്കാടേ പുതിയ കമ്പനിയിൽ തന്നെ ഏതോ പണിയോടെ എനിക്കോ? നീ ആൾക്കാരെ സംസാരിക്കാൻ നിർത്തി കഴിഞ്ഞാൽ പണി നടക്കില്ല. അതൊക്കെ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, വീട്ടിലെ കാര്യങ്ങള്. എന്നിട്ട് പാലക്കാട് എന്താണ്? പാലക്കാട് മൊയ്തു തുടങ്ങുന്ന പുതിയ കമ്പനിയിലേ എന്നെ മാനേജറായിട്ട് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛനായിട്ട് ചോദിച്ചിട്ട് ജോയിൻ ചെയ്യാന്ന് കരുതിയിട്ടാണ്. അതായത് അവൻ തന്നെ തുരുമ്പും പാട്ടൊക്കെ ഇറങ്ങി നടക്കണം. എന്നിട്ട് അതിന്റെ മാനേജർ നീയേ. നന്നായി. എന്താ നിന്നോടൊക്കെ എന്തെന്നാ ഞാൻ പറയണ്ടേ? എത്ര പഠിപ്പിച്ച് കാശ് ചെലവാക്കിയ ആളാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഒരു തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. എന്റെ മക്കളെ നാട്ടുകാര് 4 പേര് ചോദിക്കുമ്പോ പാട്ടയും തുരുമ്പും പറക്കാന്ന് പറയേണ്ട വ്യാരിയെ ഞാൻ. അച്ഛനോട് വർത്താനം വിട്ട് ഒരു കാര്യവും ഇല്ല. അച്ഛനെ ധിക്കരിക്കണ്ടെന്ന് ഓർത്ത് ഇതെല്ലാം സഹിക്കാണ്.
അച്ഛനോട് വർത്താനം പറഞ്ഞാലേ ആളുകൾ എന്തെങ്കിലും വിചാരിക്കും. നീ എന്ത് വിചാരിച്ചാലേ എനിക്ക് കുഴപ്പം. നീ ഇപ്പൊ എവിടേക്കാ പോണ? ഞാൻ ടൗണിൽ പോണ്. ഈ ചട്ടി ഇട്ടോ മുണ്ടിന്റെ അടിയിൽ ഇടാനുള്ള ചട്ടി മാത്രം ഇട്ടിട്ടാണ് അപ്പോ നീ ടൗണിലേക്ക് പോണ? അച്ഛൻ ഇതാണിപ്പോ എല്ലാവരും ചെറുപ്പക്കാർ ഉപയോഗിക്കണത്. എടാ നാട്ടുകാര് കണ്ടാ എന്താ വിചാരിക്കുക? ഈ ആദ്യ സാധനം ഇട്ട് പുറത്തു പോയാല് വേറെന്ത് വിചാരിക്കാൻ ഞാൻ. എടാ അതാ നോക്കി ഇവിടെ കൂലിപ്പണിക്ക് വന്നവനാ അവന് ഇട്ടുണ്ട് ഒരു ചട്ടി, അതിന്റെ മുകളിൽ നാണം മറക്കാൻ ഒരു മുണ്ട കൊടുത്തേക്കണണ്ട. ആ ബോധം കൂടി നിനക്കില്ലാണ്ട് പോയില്ലോ വിചാരിയെ. നാട്ടുകാർക്ക് തന്നെ മോശം അഭിപ്രായം. അതുണ്ടാവും, അത് സ്വഭാവം കൂടി നന്നാവണ്ട, അല്ലാണ്ട് ട്രൗസർ മാത്രം നന്നായിട്ട് എന്താ കാര്യം? ഒരു വാക്കതരിവില്ല എപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ ചെയ്യേ? ഇതെവിടേക്കാ പോണോ? നീ ഇവിടെ പണിയണ്ടേ? നല്ല തലവേന. ഞാൻ നാളെ എടുത്തോളാം. ബാക്കി ഇപ്പൊ ഇത്ര പേർ എടുത്തല്ലോ, അതിന്റെ പൈസ തന്നാ മതി. നിനക്കിപ്പോ ഈ നേരം വരെ പണിതതിന്റെ കാശങ്ങൾ എടുത്ത് തന്ന നാട്ടുകാരെന്താ വിചാരിക്കുക? നീ എന്നെ പൊട്ടനാക്കിന്ന് വിചാരിക്കില്ലേ? അപ്പൊ പൈസ തന്നില്ലെങ്കിൽ നാട്ടുകാരെന്ന് വിചാരിക്കും. അത് പറയാന്ന് കണ്ട, നീ ഈ സമയം കഴിഞ്ഞിട്ട് വന്നാ മതി നാളെ. എന്നിട്ട് ബാക്കി പണി ചെയ്യാ. അപ്പൊ ഞാനൊരു മുഴുവൻ കൂലി അങ്ങോട്ട് തരാം. പോന്ന് ആ, നീ ജാഥയ്ക്ക് പോവന്നല്ലോ, അങ്ങനെ പോവാൻ എന്താ ചെയ്യാ? എന്താ ഉണ്ണിയെ, തലവേദന അതോ ഭ്രാന്തോ? എന്ത് കോലായി കാണിച്ചു വെച്ചേക്കണത്? ബാക്കി വരച്ചത് ഇന്നലത്തെ ഉണ്ട്. ഇന്നലത്തെ ആ എന്താ വേണ്ടു? എന്താണ്? ഫേസ്ബുക്കാ? ഫേസ്ബുക്ക് ആ ഫോട്ടോ? എന്താ പ്രശ്നം? എന്താ? മങ്കോന്തം വരുന്നുണ്ട്. എന്താണ്? ഞാൻ പോവാണ്. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. എന്താച്ചാ? അവളുടെ വീട്ടിലേക്ക് പോണെങ്കി പോയിട്ട് വരട്ടാ. വെറുതെ പോകുന്നല്ലോ. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ടൂറ് പോയില്ലേ, ആ ഫോട്ടോസ് ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടു. അതെ, അതിനെന്താ? ഞാൻ കണ്ടല്ലോ. ആ, അതിനെന്താന്ന് ഇന്നോടല്ല അങ്ങോട്ട് ചോദിക്കി. എന്താച്ചാ? നല്ല ഫോട്ടോ ആയിരുന്നു അത്. കണ്ണി കണ്ട ആണുങ്ങളുടെ തോളത്ത് കൈയിട്ടിട്ട് നാട് മുഴുവൻ എത്തിച്ച ഈ നാട്ടുകാരെന്താ വിചാരിക്കുക? എന്താ ഈ പറയണ? എന്റെ ഓഫീസിലുള്ള ആൾക്കാരല്ലേ അവരൊക്കെ. ഓഫീസിലുള്ള ആൾക്കാരുടെ കൂടെ അഴിഞ്ഞാടാനാണ് എന്തിനാ പന കെട്ടിയത്? നീ തോന്നിയാസം പറയരുതെന്ന് പറഞ്ഞോട്. തോന്നിയാസം നിനക്ക് ചെയ്യാ, ഞാൻ പറഞ്ഞോണ്ടാ. ഞാനൊരു തോന്നിയാസം ചെയ്തിട്ടില്ല. ആ, എന്നാ ഞങ്ങളുടെ കുടുംബത്തെ അത് തോന്നിയാസാ. നിന്റെ കുടുംബത്തിൽ ചിലപ്പോ നല്ല വാസാവും. എന്ത് പറഞ്ഞാലും നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും? എന്തെന്ന് ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ മക്കള് സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് മാറാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കും. അപ്പോഴും ചോദിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും. അതുകൊണ്ട് നമുക്കാ നഷ്ടം. സ്വന്തമായിട്ട് ഒരു വീട് വെക്കാൻ പറ്റിയിട്ടില്ല ഇത്ര നാളായിട്ട്. അവളുടെ കോര കഴിഞ്ഞു, ഇനി അഴിച്ചു വിടറ കഴുത. നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാണ്ട. അയ്യോ, എന്നെ ആരും അങ്ങോട്ട് പറഞ്ഞു വിടുവൊന്നും വേണ്ട. ഞാൻ പോവാൻ തന്നെ നിക്കണത്. അതെ, ഈ വീട്ടിൽ നിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അല്ലെങ്കിലും നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടാവില്ല. മാന്യ മര്യാദക്ക് കഴിയുന്നോടത്ത് നിനക്ക് പറ്റില്ല. മാന്യം മര്യാദക്കല്ല, തലയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഇവിടെ നിക്കാൻ പറ്റുള്ളൂ. നോർമൽ ആയിട്ടുള്ള മനുഷ്യർക്കൊന്നും ഇങ്ങനെ കൂടെ നിക്കാൻ പറ്റൂല. പിന്നെ മിണ്ടാട്ട് നിക്കാൻ എത്ര നാളും മിണ്ടാതെ നിക്കണം. ആരെങ്കിലും കേൾക്കൊല്ലോ ദൈവേ. ആര് കേട്ടാലും എനിക്കൊന്നുമില്ല. ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞാൽ എത്ര നാൾ ക്ഷമിക്കണം ഇതൊക്കെ. ഞാൻ പോവാണ്, നിങ്ങൾ വരണുണ്ടോ എന്റെ കൂടെ? ഓടാ പെൺകോന്ത, അവളുടെ പിന്നാലെ അങ്ങോട്ട് പോ. മിണ്ടാതിരിക്കച്ച, നാട്ടുകാർ കേട്ട് എന്ത് വിചാരിക്കും? എടാ, ഈ ജാതി കൊല കിടന്ന് കൊലച്ച് എന്തെന്നാ സ്ഥിതി? പിന്നെ പറയാൻ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാണ്. നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറയണത് കേട്ട് കേട്ട് പഠിക്കണ്ട. നിന്റെ ജീവിതം കൂടി നശിക്കും. നിങ്ങൾ വരണുണ്ടോ? പോവാ. ശരി അച്ഛാ. എന്ത് ശരിയെന്ന്? നീ പോണ്ടാ. അല്ല, അപ്പൊ പോണ്ടേ? നാട്ടുകാര് എന്താ വരുന്നില്ലേ? ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഇവിടുന്ന് പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഇപ്പൊ വരാം. വരുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ അകത്തേക്ക് കേറാൻ നാണോ മാനോ ഇല്ലാത്തവനെ നാട്ടുകാരെന്തിനും വിചാരിക്കടാ. അങ്ങനത്തെ ഒരു കാര്യമില്ല.
മക്കളെയും കൂടെ പറഞ്ഞു തിരിച്ച് അതുങ്ങളെ ജീവിതം കളയും. നാട്ടുകാരെന്ത് വിചാരിക്കും? അതൊക്കെ ആ ജാതിന്റെ മോളോടാ, അത് അങ്ങനത്തതാ. സമാധാനം കിട്ടിയെന്ന് വിചാരിച്ചോ? ഇവിടെ ഉള്ളോടത്തോളം കാലം നാട്ടുകാരെ പേടിക്കണം നമ്മള്. അച്ഛന്റെ കുട്ടി പേടിക്കാണെന്ന് കണ്ടാകത്തേക്കേറ്. അതൊക്കെ 4ന്റെ അന്നേ പന്തടിച്ച പോലെ നിങ്ങൾ തന്നെ വരും. നോക്കിക്കോ. അവിടെ ഇരിക്കണ്ട ചേട്ടാ, ആൾക്കാരെന്ത് വിചാരിക്കും? അവിടെ കയറി ഇരിക്കേ. അച്ഛൻ ആരാ ഈ ഫേസ്ബുക്ക് എടുത്തു കൊടുത്തതെന്നാവും. അത് ഞാനാണ് ചേട്ടാ. അത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ട അച്ഛനൊരു പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ഓർത്ത് ചെയ്താണ്. അതിപ്പോ ഇങ്ങനെ ആവുന്ന ഞാൻ കരുതിയ. എന്തിനാടാ അത് എടുത്തു കൊടുത്തത്? അപ്പൊ അവള് പോയില്ലേ? അപ്പൊ ഏട്ടന് പുറകെ പോയിരുന്നില്ലേ? രക്ഷപ്പെടായിരുന്നല്ല. എങ്ങനെ പോണെന്ന് എനിക്കുണ്ട്, പക്ഷെ അച്ഛന്റെ വാക്ക് കിട്ടരുത്. 2 കൂടി അവിടെ നിന്ന് പോലമ്പാണ്ട് ഇങ്ങടെ അകത്തേക്ക് കയറാൻ നാട്ടുകാരെന്താ വിചാരിക്കുക? ആ കേറണം അച്ഛാ.